ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പരിപ്പും തക്കാളിയും ഒത്തിരി പച്ചമുളകും ചേർത്തിട്ടുള്ള ഒരു പ്രത്യേക പരിപ്പ് കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പരിപ്പ് കറി എനിക്ക് തോന്നുന്നില്ല അധികം ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നു. അത്രയും സ്വാദും കൂടിയാണ്. ഒരു പ്രത്യേക രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമുക്കിത് എങ്ങനെയാണെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പോളമുള്ള പരിപ്പ്, ഇത് തുവരപ്പരിപ്പാണ്, തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് കൊണ്ടുവരാം. ഞാനപ്പോൾ ഇത് കഴുകി വൃത്തിയൊക്കെ ആക്കി വന്നിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു കുക്കറാണ് എടുക്കുന്നത്. കുക്കറിനകത്ത് എല്ലാം കൂടെ ഒരുമിച്ച് ഇടുവാണ്. അപ്പോൾ ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കപ്പോളം വെള്ള പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തത് ഇട്ട് കൊടുക്കുന്നത് ഒരു 8 പച്ചമുളകാണ്. ഇത് വലിയ എരിവില്ലാത്ത പച്ചമുളകാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ പരിപ്പ് കറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇതിനകത്ത് മുളക് പൊടി ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ഒരു പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ സ്വാദാണ് ഈ കറിക്ക് ഒരു ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ ഈ പച്ചമുളക് ഇട്ടതിന് ശേഷം ഞാൻ ചേർക്കുന്നത് സവോള. ഒരു സവോള ഇതുപോലെ സ്ക്വയറായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 2 തക്കാളി ചേർത്തിട്ടുണ്ട്. പുളിയുള്ള തക്കാളി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വലിയ പുളിയില്ലാത്ത തക്കാളിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 പകരം 2 എണ്ണം ചേർത്തത്. ഇനിയാണ് നമ്മുടെ ഒരു മാജിക് ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ ഇതിനകത്ത് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി. നമ്മൾ സാധാരണ ആരും മല്ലിപ്പൊടി അങ്ങനെ ഇടാറില്ല ഈ ഒരു പരിപ്പ് കറി ഉണ്ടാക്കുന്ന സമയത്ത്. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് ജീരകപ്പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഒരു 1/2 കപ്പോളമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും അത് എത്രത്തോളം വേണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കുറവായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 1/4 ഗ്ലാസ്സോളം കൂടെയുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു നമ്മളിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം അത്രയും മതി. ഇനി നമുക്കിതൊന്ന് കുക്കറിൽ അടിച്ചെടുക്കണം. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിലാണ്. 3 വിസിലിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. കാരണം ഇത് നന്നായിട്ട് ഉടയണം. അതിനിപ്പോൾ ചിലവർക്ക് ഉടയണത് ഒത്തിരി ഇഷ്ടം കാണത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് നമുക്ക് ഒഴിവാക്കാം. നിങ്ങൾക്കൊരു 2 അടിയിൽ നിർത്താവുന്നതാണ്. ഞാനിപ്പോൾ 3 വിസിൽ അടിച്ചെടുത്ത് ഒന്ന് വരാം കേട്ടോ. ഞാനൊരു 3 വിസിലാണ് ഇവിടെ അടിച്ച് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. വിസിലൊക്കെ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇച്ചിരി വിട്ട് കെടുക്കണം അല്ലെങ്കിൽ കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഒരു 1-2 വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അല്ലെങ്കിൽ ഒരു തവ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെ നമുക്ക് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളെടുക്കുന്ന നമ്മുടെ തവി വെച്ചിട്ട് അതിൻ്റെ ബാക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടെ ഞാൻ മാഷ് ചെയ്യുവാണ്. ഞാൻ വളരെ ഒത്തിരി അങ്ങ് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതെല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുമാത്രമല്ല, ഞാൻ ആ പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചിലതൊക്കെ ഇങ്ങനെ ആ നീളത്തിൽ തന്നെ കെടുക്കുവാണ്, വെന്തിട്ടുണ്ട് എങ്കിൽ പോലും. അപ്പോൾ ഞാൻ അതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു തരിതരികളൊക്കെ നന്നായിട്ട് നമ്മുടെ പരിപ്പിനകത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ ഇത്രയും ഉടച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തവിയുടെ പുറക് വെച്ചിട്ടാണ് ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റാണ്. ഇത് നമുക്കൊരു പരിപ്പ് ഒന്ന് വേവാനുള്ള സമയം മാത്രം മതി. പിന്നെ നമുക്കൊരു 2 മിനിറ്റ് പോലും വേണ്ട. അത്രയും പെട്ടെന്ന് നല്ല സ്വാദുള്ള കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പരിപ്പ് കറി ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഗരം മസാല ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് മല്ലിപ്പൊടി വെച്ച് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനൊരു പ്രത്യേക സ്വാദാണ്. നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കുക. സാധാരണ ഈ പരിപ്പ് കറിക്കൊക്കെ വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, മറക്കാതെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ ഒന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഇച്ചിരി കൂടെ സ്വാദ് കൂടുതൽ. അപ്പോൾ ഇതിനകത്ത് ഞാൻ 1 ടീസ്പൂണോളമുള്ള കടുക് ചേർക്കുന്നുണ്ട് താളിക്കാൻ. അതുപോലെ ദാലിന്ന് കടലപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ചെറിയ ജീരകമാണത്. പിന്നെ ഒരു 3-4 ഉണക്കമുളക്, പിന്നെ ഒരു 1/2 സവോള നീളത്തിൽ അരിഞ്ഞത്, പിന്നെ മല്ലിയില. ഞാനിവിടെ ഇപ്പോൾ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് മല്ലിയില ചേർത്തത്. നിങ്ങൾക്ക് കറിവേപ്പിലയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. പിന്നെ ഈ സവോളയ്ക്ക് പകരം നിങ്ങൾ കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ സ്വാദ് കൂടും കേട്ടോ. അപ്പോൾ ഇനി എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്.
അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാൻ കടുക്, ജീരകം, ഉണക്കമുളക്, അതുപോലെ കടലപ്പരിപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാറില്ല, നമ്മൾ കടലപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കടലപ്പരിപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ജീരകം നമ്മൾ ഓൾറെഡി ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, എങ്കിൽ പോലും അല്പം കൂടെ ജീരകം ചേർക്കുന്നുണ്ട്. കാരണം പരിപ്പ് ഗ്യാസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മൾ ജീരകം ഇച്ചിരി കൂടുതൽ ചേർത്തുന്ന നമുക്ക് ആ ഒരു ട്രബിൾ ഒന്നും ഉണ്ടാവത്തില്ല. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു അര സവോള പോലും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒരു 1/4 സവോള നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ ഒരു 3 നുള്ളോളം ഉള്ള കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ മല്ലിയില ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം കറിവേപ്പില ചേർത്ത് കൊടുക്കാം, അതാണ് ഇച്ചിരി കൂടെ സ്വാദ് കൂടുതൽ. അപ്പോൾ ഇനി ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊരു 30 സെക്കൻഡോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്ത് ഞാൻ മുളക് പൊടി, ഞാൻ പറഞ്ഞല്ലോ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെ ആ ഒരു നീരും സ്വാദും ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫ്ലേവർ എന്ന് പറയുന്നത്. ഇനി നമുക്കിത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ മുകളിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് താളിച്ചൊഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തി, എല്ലാത്തിനും കൂടെ, അല്ലെങ്കിൽ ദോശ, ഇഡ്ഡലി, പൂരി, എല്ലാത്തിനും കൂടെ ഒരുപോലെ പോകുന്ന ഒരു കറിയാണ് ഇത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിന് ആ ഒരു മല്ലിപ്പൊടി എന്നുള്ള ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ചേർത്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.